കുട്ടിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു രവ കേസരി ഉണ്ടാക്കി നോക്കാം. ഞാൻ നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് ആദ്യം നെയ്യ് ഒഴിക്കുകയാണ്. ചീന്തിച്ചെടുത്ത് വെച്ച് ഇതിലോട്ട് അണ്ടിപ്പരിപ്പിട്ട് ഇടുകയാണ്. മുന്തിരിങ്ങായി അണ്ടിപ്പരിപ്പും കൂടെ ചൂടാക്കി കൊടുക്കുക. ആ ചീഞ്ചിക്കട്ടെ ആ പാത്രത്തിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. ആ വെള്ളം നല്ല നെയ്യ് ഒഴിച്ച പാത്രമാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ആ വെള്ളം കൂടെ ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ച് വെള്ളം തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന റവയോട് നമുക്ക് അതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കാം. തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ ഈ റവ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അടിച്ച് വയ്ക്കാതെ ആ റവ ഈ വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ വേവണം. നല്ലപോലെ വേണം. ഇത് നടച്ച് വെക്കുകയാണ്. ഇതിൻ്റെ വെള്ളമയമൊക്കെ പറ്റി വരികയാണ്. ഇനി ഇതിനകത്തിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇതിനാവശ്യത്തിനുള്ള പഞ്ചസാര. അത് മധുരത്തിന് ആവശ്യത്തിന്. ഈ കേസരിക്ക് എത്ര മധുരം വേണം അതനുസരിച്ച്. ചിലർക്ക് ഒത്തിരി മധുരം വേണ്ട. ഇത് മധുരം ഒത്തിരി വേണം പറഞ്ഞാൽ അതനുസരിച്ച് മധുരം. അതിൻ്റെ പരുവത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ ഇളക്കുകയാണ്. ഒരു നിറത്തിന് വേണ്ടി ഞാൻ ശകലം മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒഴിക്കുകയാണ്. എല്ലാവരും കളറാണ് ചേർക്കുന്നത്. കളർ ചേർക്കുന്നതിന് പകരം ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് ഇതിനകത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്തിലോട്ട് ശകലം നെയ്യൂടെ ഞാൻ ചേർക്കുകയാണ്. നെയ്യ് ഒഴിച്ചതായിരുന്നു ആ വെള്ളത്തിൽ. നെയ്യ് ഒഴിച്ചാണ് വെള്ളം തിളപ്പിച്ചെടുത്തത്. ഞാൻ അത് ഇച്ചിരി നെയ്യൂടെ ഇതിനകത്തിലോട്ട് ചേർക്കുകയാണ്. റവയായതുകൊണ്ട് നല്ലതുപോലെ വേവണം. നല്ലപോലെ വെള്ളം വറ്റി ഒരു ശകലം കൂടെ നെയ്യ് ഒഴിക്കുക. അടുക്കി പിടിക്കാതെ വേണം. ഇത് നല്ലതായിട്ട് നെയ്മയം വേണം. കുഞ്ഞ് സ്റ്റീൽ തവി കൊണ്ട് എടുക്കുമ്പോൾ അത് ഇളക്കാൻ വെച്ചിട്ട് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ചെറിയ പിടി ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ തവിയാണ് എടുത്തേക്കുന്നത്. മാറ്റി ഇടിപ്പരിപ്പും മുന്തിരിങ്ങയോട് ആഡ് ചെയ്യുകയാണ്. അതും ഇട്ട് ഇളക്കാം. നമ്മുടെ കേസരി എങ്ങനെ റെഡിയായി. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കേസരി. വറുത്ത റവയാണ് ഇതിന് ഉപയോഗിച്ചിരുന്നത്. വറുത്തത് കാണിച്ചില്ലെന്നുള്ളൂ. വറുത്ത റവ വാങ്ങിച്ച് അതാണ് ഞാൻ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവരും ഇത് കണ്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം.